എനിക്കാണ് എന്റെ കാര്യം എടുക്കാനില്ല, ഞാൻ നരകത്ത് തന്നെ. കാരണം എന്താണ്, എന്റെ ഒച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തുനിന്ന് എപ്പോഴും പൊങ്ങുന്നതാണ്, എനിക്കിഞ്ഞൊരു രക്ഷയില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്ക മാത്രമല്ല, വീട്ടിൽ ഭാര്യയോട് പറഞ്ഞ് റൂം ഞാൻ അടച്ച് ഉള്ളിൽ കയറി ഇരിപ്പിച്ച് പുറത്ത് എന്താക്കണം, വാതിൽ കുറ്റിയിട്ടിട്ട് ആണി അടിച്ചു വെക്കണം, ഞാൻ അതീ കിടന്ന് മരിച്ചോട്ടെ. കാരണം എന്താ, ഞാൻ പുറത്തു പോയഞ്ഞും സംസാരിച്ച ശബ്ദം പൊന്തും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹളറത്തുനിന്ന് ശബ്ദം പൊന്തിയാൽ അമ്പത്താമാർക്കും അന്തുണ്ട് ആ തഷറൂന്ന എല്ലാ അമലും പൊളിഞ്ഞ് ഈമാൻ ഇല്ലാതെ കാഫറായി പോകുന്നതാണ് അള്ളാഹു തആല പറഞ്ഞത്. എനിക്കിഞ്ഞൊരു രക്ഷയില്ല. അങ്ങനെ എപ്പോഴും സഭയിലുണ്ടാകുന്ന സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാനില്ലാതായപ്പോ നബി തങ്ങൾ അന്വേഷിച്ചു, എവിടെ പോയി നമ്മളെ സാബിത്ത്? അടുത്ത അയലോക്കക്കാരോട് അന്വേഷിച്ചു പറഞ്ഞു, സൂക്കടമല്ലോ ഉണ്ടോ, 32 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു സൂക്കടൊന്നുള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല, അന്വേഷിച്ചു വരാതെ പറഞ്ഞു. അങ്ങനെ അന്വേഷിക്കാൻ ചെന്ന് നോക്കുമ്പോൾ കേസ് ഇതാ. മൂപ്പര് പറഞ്ഞു, എനിക്ക് ഇനിയൊരു രക്ഷയില്ല. ശബ്ദം സാധാരണ നിങ്ങൾക്കൊക്കെ അറിയല്ലോ, എന്റെ ശബ്ദം കുറച്ച് പൊന്തും, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ ശബ്ദം പൊന്തിയാ നരകത്ത് പോവില്ലേ, അപ്പൊ ഞാൻ ഏതായാലും നരകത്തിലാണ്, അപ്പൊ ഇങ്ങനെയാണ് കഴിഞ്ഞു പോയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഈ വിവരം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറ. പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പെടുന്നില്ല, അദ്ദേഹം സ്വർഗാവകാശിയാണ്, ഷഹീദായിട്ട് കൊല്ലപ്പെടും, മാന്യനായിട്ട് ജീവിക്കും, ഷഹീദായിട്ട് കൊല്ലപ്പെടും, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന്. അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ഇത്രയും പേടിച്ചു നിന്നാലോ മറ്റേ കമ്പനി എന്തായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഓട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറയാ, അത്രയും ബന്ധമുള്ള വേറെ സഹാബില്ലല്ലോ, പറയാ ലാ ഉകല്ലിമുക ഇല്ലാ കഅഖിസ്സിറാരി, ഇനി മുതൽ തെവിയെ തങ്ങളോട് ഞാൻ സംസാരിക്കുമ്പം സ്വകാര്യം പറയുന്നവരൊക്കെല്ലാതെ ശബ്ദം, സ്വകാര്യം പറയുന്ന ചോട്ട് പറയുന്നേക്കുള്ള അല്ലാതെ പറയും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് മുതൽ ഒരു കാര്യം പറഞ്ഞാൽ നബിതങ്ങളോട് പറഞ്ഞാൽ നബിതങ്ങൾ കേൾക്കൂല, 2 or 3 വട്ടം ആവർത്തിച്ച് ചോദിക്കണം, എന്തേ നീ പറഞ്ഞത് എന്നാലേ കേൾക്കുള്ളൂ. ശബ്ദം പൊന്തണ്ടെന്നറിഞ്ഞ് അടിമ ഉടമയോട് സംസാരിക്കുന്ന അത്രയും പാടില്ല എന്നും പറഞ്ഞപ്പോ പിന്നെന്താക്കി, തീരെ കേൾക്കുന്നില്ല. പറഞ്ഞാല് എന്താ പറയുന്നത് കേൾക്കണമെങ്കിൽ 2ാമതും 3ാമതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ചോദിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോഴോ എന്നാ നമ്മളെന്താ പറയാ, അത്ര നബിതങ്ങൾ വിളിച്ചിട്ട് പറയണം, അത്ര വേണ്ട, കേൾക്കാൻ മാത്രമൊക്കെ ഞാൻ പറഞ്ഞൂടി, ശബ്ദം പൊന്തണ്ടെന്നേ അർത്ഥമുള്ളൂ എന്നാണോ പറഞ്ഞത്? അടുത്ത ആയത്ത് ഖുർആൻ ഇറങ്ങി, ഇന്നല്ലദീന യഖുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന സഹാബത്തുണ്ടല്ലോ, ഒരിക്കൽ പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ 2ാമത് എന്തേ പറഞ്ഞെന്ന് ചോദിക്കണം, എന്നിട്ടും തിരിഞ്ഞില്ലെങ്കിൽ 3ാമതും ചോദിക്കണം. ഇങ്ങനെ ശബ്ദം താഴ്ത്തുന്ന അങ്ങനെ തന്നെ പറയണം, അങ്ങനെ വേണം. ഇന്നല്ലദീന യഖുദൂന അസ്വാതഹും, നിശ്ചയം ശബ്ദം വളരെ താഴ്ത്തി സംസാരിക്കുന്നത് അവർ ഇൻദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ തിരുഹളറത്തിൽ വെച്ച് ശബ്ദം വളരെ താഴ്ത്തി സംസാരിക്കുന്നവർ ആരാന്നറിയാമോ? ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, ഈമാനിന് വേണ്ടി അള്ളാന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത കൽബാണ് അവരുടേത്. അവരുടെ കൽബിന്റെ ഉള്ളിൽ ഈമാൻ നിറഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ശബ്ദം താഴ്ത്തി 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 പറഞ്ഞതെന്താന്ന് കേൾക്കണമെങ്കിൽ 2ാമത് ആവർത്തിച്ച് ചോദിക്കേണ്ട, അത്രയും താഴ്ത്തി പറഞ്ഞ അവരുടെ കൽബിന്റെ ഉള്ളിൽ ഈമാനാണ് അല്ലാഹു പറഞ്ഞു. ഈ ബഹുമാനവും ആദരവും കൊണ്ട് ശിർക്ക് വരുന്നുണ്ടോ? ഇല്ല, ഇതാണ് ബഹുമാനം. എന്തുകൊണ്ട്? അള്ളാഹു ബഹുമാനിക്കാൻ കൽപ്പിച്ചതാണ്. ഇനി ആ ബഹുമാനം എവിടെ വരെ എത്തിയവരുടെ ബഹുമാനം? അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചു കൊടുത്തു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന സംഭവം പറയാ, നമുക്കൊക്കെ സുപരിചിതമാണ്. ഹുദൈബിയ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹിജ്റ 6ാം വർഷം നബി തങ്ങൾ കണ്ട ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്ക ഷരീഫിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മക്ക ഖുറൈശികൾ വിവരം അറിയുകയും അവർ എന്തുകൊണ്ടും നബിയെയും സഹാബത്തിനെയും മക്കയിൽ പ്രവേശിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് തീരുമാനിക്കുകയും ഒരു 200 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുതിരപ്പടയാളികളെ മുന്നിൽ നബി തങ്ങളെ തടയാൻ വേണ്ടി വിടുകയും ബാക്കി വലിയ സൈനിക ശേഖരണം നടത്തി എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നേരിടാനുള്ള തയ്യാറോടുകൂടി അവരൊരുങ്ങി നിൽക്കുകയും ചെയ്ത വാർത്ത കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഘട്ടനത്തിന് നിൽക്കാതെ നേരെ മദീനയിലേക്ക് നിന്ന് മക്കയിലേക്ക് വരുന്ന വഴി മാറി അവിടെ നിന്ന് തെറ്റി ജമ്മൂമിൽ നിന്നിട്ടും വഴി മാറി നടന്നു. അങ്ങനെ
ഷുമൈസിയിലെത്തിപ്പെട്ടു. ഇന്നത്തെ ഹുദൈബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് ഷുമൈസി, ബീർ ഷുമൈസ്. അങ്ങനെ ഒരു കിണറുള്ളത് കൊണ്ടാണ് ആ സ്ഥലത്തിനും ഷുമൈസി എന്ന് പിന്നീട് പേര് വന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പം നബി തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയപ്പോ സഹാബത്തിന് തോന്നി ഒട്ടകം ക്ഷീണിച്ചിട്ടാണ്. അപ്പൊ അവരൊക്കെ തൊളിക്കാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ ക്ഷീണിച്ചതല്ല, ക്ഷീണിച്ച് തളരുക എന്ന് പറഞ്ഞ സ്വഭാവം ആ ഒട്ടകത്തിനില്ല. മറിച്ച് ഹറമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് ആനയും കൊണ്ടുവന്നപ്പോ ആ ആനയെ ഹറമിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞ റബ്ബാണ് എന്റെ ഒട്ടകത്തെ ഹറമിൽ പ്രവേശിക്കുന്നതിൽ നിന്നിട്ട് ഇവിടെ തടഞ്ഞത്. അതുകൊണ്ട് എന്തോ ഇതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ കുദറത്തിന്റെ അവന്റെ വിവരം എന്തോ, അതുപോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ തങ്ങൾ അവിടെ ഇറങ്ങി. അങ്ങനെ ചർച്ചയായി, രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി, നീണ്ട ചർച്ച. ഈ കൂട്ടത്തിൽ ത്വായിഫിലെ പ്രമുഖ നേതാവായിരുന്ന അറബികളിലെ ഏറ്റവും വലിയ പ്രസിദ്ധനായ നയതന്ത്ര വിദഗ്ധൻ, ഖുറൈശികളുടെ മക്കക്കാരുടെ ആവശ്യത്തിനു വേണ്ടി റോമാ ചക്രവർത്തിയുടെയും പേർഷ്യൻ ചക്രവർത്തിയുടെയും നജ്ജാഷിയുടെയും ഒക്കെ മുന്നിൽ അംബാസഡറായി പോകുന്ന പ്രസിദ്ധനാണ് മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു. ബനൂ സഖീഫ് ഗോത്രക്കാരനാണ്. ത്വായിഫിലെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമേ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് കഴിഞ്ഞ് വന്നിട്ട് പരിചയപ്പെടുത്തുക, ഓരോ നബിമാരെ ഇങ്ങനെ പരിചയപ്പെടുത്തുക. ഈ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയാ, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ വർണ്ണിച്ചുകൊണ്ട് പറയാ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഏകദേശം സെയിം കട്ടാണ്. നിറം നോക്കിയാലും രൂപം നോക്കിയാലും ഒക്കെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അതേ സെയിം കട്ടുള്ള ഒരു മനുഷ്യനാണ്. അത്രയും വലിയ, അപ്പൊ വ്യക്തിത്വത്തിൽ അല്ലാഹുവിന്റെ നബിമാരോട് സാമ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തിത്വത്തിന്റെ ബാഹ്യമായ അടയാളം. ആ നിലയ്ക്ക് തന്നെ വലിയ മഹാന. ഈ ഉർവത്ത് അന്ന് മറുകക്ഷിയിലാണ്, ഖുറൈശികളുടെ കൂട്ടത്തിലാണ് ഇയാള്. പിന്നെ മുഅ്മിനായി സഹാബാക്കളിൽപ്പെട്ട പ്രമുഖനാണ്. അയാളെ ഇദ്ദേഹം പറഞ്ഞു, സംഗതി എന്തായാലും ഒരു നല്ല മാന്യമായ അഭിപ്രായമാണ് മുഹമ്മദ് പറഞ്ഞയച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല, യുദ്ധം എന്റെ ലക്ഷ്യവുമല്ല, ഞാൻ ഉംറയ്ക്ക് മാത്രം ഉദ്ദേശിച്ച് വന്നതാണ്, ഉംറ ചെയ്ത് ഞാൻ തിരിച്ചു പോകാം. നിങ്ങൾ എന്തിനാണ് വെറുതെ എന്നോട് ആവശ്യമില്ലാതെ സംഘട്ടനത്തിന് നിൽക്കുന്നത്? നിങ്ങൾക്ക് അടങ്ങിയിരുന്നൂടെ? യുദ്ധം കൊണ്ട് ഇപ്പോൾ തന്നെ നിത്യജീവിതത്തിന്റെ മാർഗം മുട്ടിയ അവസ്ഥയായ മക്കൾക്കാർക്ക് എന്നെ മറ്റുള്ളവരിലേക്ക് വിടൂ. നിങ്ങൾ, ഞാൻ പരാജയപ്പെട്ട് മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ടില്ലേ? അല്ല, ഞാൻ വിജയിക്കുകയാണെങ്കിൽ എന്റെ വിജയം നിങ്ങളുടെ വിജയം ഒന്ന് തന്നെയല്ലേ? അതുകൊണ്ട് എന്നെ ഈ ഉംറയ്ക്ക് വരുന്നതിന് തടയരുത് എന്ന അഭിപ്രായം ഹുദൈൽ ബിൻ വറഖത്ത് എന്ന് പറയുന്ന ഒരു പ്രതിനിധിയുടെ മുന്നിൽ പറഞ്ഞയച്ചപ്പോ ഈ അഭിപ്രായം കേട്ടപ്പോൾ ഉർവത്ത് ബിൻ മസ്ഊദ് പറഞ്ഞ്, ഏറ്റവും ബുദ്ധിപരമായ മാന്യമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹമായിട്ട് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കൂടെയാണ് ഞാൻ, നിങ്ങളുടെ സ്വന്തം പ്രതിനിധിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പോയിട്ട് അദ്ദേഹവുമായിട്ടൊന്ന് ചർച്ച നടത്തി ഓട്ടയായിരുന്നു. അങ്ങനെ അവര് അദ്ദേഹത്തെ അംഗീകരിച്ചു. അങ്ങനെ ഖുറൈശികളുടെ പ്രതിനിധിയായി ഇദ്ദേഹം വരുന്നു. ഒരു നീണ്ട സംഭവം പറയുന്നു. ഇമാം ബുഖാരിന്റെ റിവായത്തായി പറയാം. കിതാബുൽ മഗാസിയിൽ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നു. ഉംറത്തുൽ ഹുദൈബിയ സംഭവം വിശദീകരിച്ചു. ഫഖാമ ഉർവത്ത് ബിൻ മസ്ഊദ് ഫഖാല, ഉർവത്ത് ബിൻ മസ്ഊദ് നീണ്ട, അയാൾ പൊന്നത് മുതൽക്കുള്ള കാര്യം അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അടുത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉർവത്ത് ബിൻ മസ്ഊദ് നല്ലോണം നിരീക്ഷിക്കാൻ തുടങ്ങി. അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സഹാബത്തിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അയ്നഹി, സൂക്ഷ്മ ദൃഷ്ടി വെച്ചിട്ട് സഹാബത്തിന്റെ ഓരോ ചലനം. സംസാരിക്കുന്ന നബിയോടാണ്. പക്ഷെ നബിയോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ ശ്രദ്ധ മുഴുവനും സഹാബാക്കളിലേക്കാണ്. ഫവല്ലാഹി, എന്നിട്ട് അദ്ദേഹം പറയാം, മാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമത്തൻ. ഈ സംസാരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴെങ്കിലും കാർക്കിച്ച് തുപ്പാറില്ല. ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും. അപ്പൊ ചുറ്റും സഹാബത്ത് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. നബി തങ്ങൾ തുപ്പുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കാർക്കിച്ച് തുപ്പുകയാണെങ്കിൽ നബി തങ്ങൾ കാർക്കിക്കുമ്പോൾ ചുറ്റും ആൾ ഓടുക. തുപ്പിയാൽ അതേതെങ്കിലും ഒരു സഹാബിയുടെ കയ്യിലല്ലാതെ വീഴില്ല. ബുഖാരിയിൽ വാദിയാണ്ടോ. എന്നിട്ട് ഫദലക ബിഹാ, ആ കയ്യിൽ കിട്ടിയ ആ കാർക്കിച്ച് തുപ്പിയത് കൊണ്ട് പുരട്ടുന്നു. വജ്ഹഹു വജിൽദഹു, മുഖത്തും ശരീരത്തിലും പുരട്ടുക സഹാബത്ത് ചെയ്യുന്നത്. വൈദാ അമറഹും, എന്തെങ്കിലും ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചാൽ ഇബ്തദറു അംറഹു, കൽപ്പിച്ചു തരുമ്പോഴേക്ക് അത് അവർ നടപ്പാക്കി കഴിഞ്ഞിരിക്കും. വൈദാ തവല്ലഅ, നബി തങ്ങൾ വുളൂ ചെയ്യുമ്പോൾ ഖാദു യഖ്തതിലൂന അലാ വളൂഇഹി, അവിടത്തെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന വുളൂവിന്റെ വെള്ളം ഒരു തുള്ളി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഉന്തും തള്ളുമാക്കിയിട്ട് ഷണ്ട കൂടാനെടുക്കുന്നു. വൈദാ തകല്ലമ, നബി തങ്ങൾ വല്ലതും സംസാരിക്കുമ്പോൾ ഖഫദു അസ്വാതഹും ഇൻദഹു,
അവരുടെ ശബ്ദം വളരെ താഴ്ത്തിയല്ലാതെ അവർ ശബ്ദിക്കുന്നേയില്ല. വമാ യുഹദ്ദൂന ഇലൈഹിൻ നളറ എന്നല്ല, സൂക്ഷിച്ചവര് നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. തഅളീബൻ ലഹു, നബിയെ ആദരിച്ചുകൊണ്ട് സൂക്ഷിച്ച് മുഖത്തേക്ക് പോലും നോക്കില്ല, അത്രയും ബഹുമാനമാണവർ. ഇത് കണ്ടിട്ട് റജഅ ഉർവത്തു ഇലാ സാഹിബിഹി, തിരിച്ച് മക്കയിൽ തിരിച്ചു എന്നിട്ട് ഫഖാല, അദ്ദേഹം പറയാണ്, ഐ ഖൗമി, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, വല്ലാഹി പടച്ചോൻ സത്യം, ലഖദ് വഫത്തു അലൽ മുലൂക്കി, പല രാജാക്കന്മാരുടെ അരികെയും നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ പോയിട്ടുണ്ട്. ഉദാഹരണം, വഫത്തു അല കൈസറ, റോമാ ചക്രവർത്തിയാവുന്ന കൈസറിന്റെ ദർബാറിൽ ഞാൻ പോയിട്ടുണ്ട്. വ കിസ്റ, പേർഷ്യൻ ചക്രവർത്തിയാവുന്ന കിസ്രയുടെ ദർബാറിലും ഞാൻ പോയിട്ടുണ്ട്. വൻ നജ്ജാശി, ഹബഷ ചക്രവർത്തിയാവുന്ന നജ്ജാശിയുടെ അരികെയും നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ പോയിട്ടുണ്ട്. ഇതുവരെയൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഞാൻ, ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅള്ളിമുഹു അസ്ഹാബുഹു മാ യുഅള്ളിമു അസ്ഹാബു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറയപ്പെട്ട ഒരൊറ്റ രാജാവിനെയും അവരുടെ അനുയായികളൊന്നും മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ ആദരിക്കുന്നത് പോലെ രാജാക്കന്മാരെ ദൈവമായി കണ്ട് പൂജിക്കുന്ന കാലഘട്ടത്തിലാ പറയുന്നത്. മനസ്സിലാക്കണം, ദൈവത്തിന്റെ പ്രതിനിധികളാണ്, പ്രതിപുരുഷന്മാരാണ് രാജാക്കന്മാരെന്ന് വിശ്വസിക്കുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ കിസ്ര, കൈസർ, ചാഷി ചക്രവർത്തിമാരുടെ ദർബാറിൽ അവരുടെ അനുയായികൾ ആ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ആദരവിനേക്കാൾ വലിയ ആദരവായിരുന്നു തിരുനബി തങ്ങളുടെ സഹാബാ കിറാമുകൾ തിരുനബി തങ്ങൾക്ക് കൊടുത്തിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി ഇൻ തനഖമനുഖാമതൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും, അദ്ദേഹം ഒരിക്കലെങ്കിലും കാർക്കിച്ചു തുപ്പി, നിലത്ത് ആ കാർക്കിച്ചു തുപ്പിയത് വീഴും ചരിത്രമില്ല. കാർക്കിച്ചു തുപ്പുമ്പോഴേക്ക് അവർ കൈകാട്ടോ, കയ്യിലേ വീഴൂ. ഫദരക് ബിഹാ വജഹു വജൽദഹു, ശരീരത്തിലും മുഖത്തിലും അത് കൈകൊണ്ടവർ പരട്ടുക ചെയ്യുന്നത്. വൈദാ അമറഹും ഇബ്തദറു അംറഹു, ഒരു കാര്യം കൽപ്പിക്കേണ്ട താമസം ഉടനെ അവരത് നടപ്പിലാക്കിയിരിക്കും. വൈദാ തവല്ല, അദ്ദേഹം വുദൂ ചെയ്യുകയാണെങ്കിൽ കാദു യഖ്തതിലൂന അലാ വദൂഇഹി, വുദൂഇന്റെ ഒരിറ്റു വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശണ്ട കൂടുകയാണ്, തിക്കും തിരക്കും കൂടുകയാണ്. വൈദാ തകല്ലമ, അദ്ദേഹം സംസാരിക്കുമ്പോൾ ഖഫദു അസ്വാതുഹും ഇൻദഹു, അദ്ദേഹത്തിന്റെ അരികെ വളരെ ശബ്ദം താഴ്ത്തി മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. വമാ യഹദ്ദൂന അൻ-നളറ ഇലൈഹി തഅളീമൻ ലഹു, ബഹുമാനാദരവ് കാരണം സൂക്ഷിച്ച് മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യുന്നില്ല. വഇന്നഹു ഖദ് അർളാലൈക്കും ഖത്തത റുഷ്ദ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാന്യമായ ഒരു കാര്യമാണ്, അതുകൊണ്ട് ഫഖബലൂഹ, അത് സ്വീകരിച്ചുകൊള്ളൂ. ഇല്ലെങ്കിൽ പറയണ്ടേ, ഇല്ലെങ്കിൽ അവര് 1500 ആളുകളുണ്ട്. ഈ 1500 ഒന്നിനൊന്ന് നിങ്ങളിൽ നിന്നിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷമല്ലാതെ നിങ്ങൾക്ക് അവരെ ഒരടി പിന്നോട്ട് ഒപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ സത്യം ചെയ്തു പറയുന്നു. 1500 ആളുകൾ നിങ്ങളിൽ നിന്നിട്ട് കൊല്ലപ്പെട്ടിട്ട് ഈ മക്കയിലെ ജീവിതത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ബുദ്ധി എന്താണോ അത് ഉപയോഗപ്പെടുത്തി ഭാവി ചിന്തിച്ച് തീരുമാനിച്ചോളി എന്ന് ഉപദേശിക്കുന്നു. അത് പിന്നെ നീണ്ട വിഷയം, ചർച്ചയായിട്ട് ബന്ധപ്പെട്ട. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാജാക്കന്മാരെ ദൈവമായി പൂജിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചക്രവർത്തിമാരുടെ ദർബാറിൽ അവരുടെ അനുയായികൾ കൊടുക്കാത്ത ആദരവും ബഹുമാനവും സ്നേഹവും തഅലീമും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്ത് കൊടുത്തിരുന്നു. ഈ തഅലീം ആരാധനയല്ല, അത് ആദരവാണ്. കാരണം എന്തുകൊണ്ട്? ഇവരാരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപകാരത്തിന്റെയോ ഉപദ്രവത്തിന്റെയോ ഉടമയാണെന്ന് വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ തിരുദൂതരും അള്ളാഹു ആദരിച്ചവരുമാണെന്ന് വിശ്വസിച്ചിട്ടുള്ളൂ. എത്രത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്രം കുടിച്ചില്ലേ ഉമ്മു അയ്മൻ റളിയല്ലാഹു തആല അൻഹ, അല്ലേ? അറിഞ്ഞോ അറിയാതെയോ കുടിച്ചു. മൂത്രം കുടിച്ചിട്ട് രാത്രി തങ്ങൾ മൂത്രമൊഴിച്ച് പാത്രത്തിലാണ് മൂത്രമൊഴിക്കായിരുന്നു, പുറത്തു പോകാതെ മൂത്രമൊഴിച്ച് കട്ടിലിന്റെ ഒട്ടിൽ വെച്ചിരുന്നു. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി മൂത്രമൊഴിച്ചിട്ടുണ്ട്, കട്ടിലിന്റെ ഒട്ടിൽ വെച്ചിട്ട് അടുത്ത് പുറത്തു കളഞ്ഞോളാൻ എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ പരിചാരക കൂടിയായിരുന്ന ഉമ്മു അയ്മൻ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, എനിക്ക് ഇന്നലെ രാത്രി ഉറക്കം വന്നപ്പോ ഭയങ്കര ദാഹം, ഞാൻ വെള്ളത്തിന് ഇങ്ങനെ തപ്പിയപ്പോ പാത്രത്തിൽ വെള്ളം കണ്ട് ഞാനെടുത്ത് കുടിച്ചു. നമ്മളെ മൂത്രമൊക്കെ ആണെങ്കിൽ എടുത്ത് കുടിക്കുകയൊന്നുമില്ല, മണത്തിട്ട് ഇത് ഒരു അറിഞ്ഞിട്ടുണ്ടില്ല, അവരറിഞ്ഞിട്ടില്ല, മൂത്രം അറിഞ്ഞതൊന്നുമില്ല, കുടിച്ചു, ദാഹം മാറ്റി. ഇതല്ലാതെ ഇഷ്ടക്കി പത്തുനുക്കി, അത് മോശമായി, ഞാൻ മൂത്രമൊഴിച്ച് വെച്ചതിന് അത് കുടിക്കാൻ പാടില്ലായിരുന്നു അല്ല പറഞ്ഞതിന് തങ്ങൾ പറഞ്ഞെന്താ, എങ്കിൽ ഇനി നിങ്ങളുടെ വയറ്റിൽ നിന്ന് ഈ ദുന്യാവിൽ നിന്ന് ഒരിക്കലും യാതൊരു രോഗവും വരുന്നതല്ല. ഇനി ദുന്യാവിൽ നിന്നിട്ട് ഒരിക്കലും ഈ ഒരു രോഗങ്ങൾക്ക് വരൂല.